നമുക്കിത് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. സങ്കീർത്തനം 18 അധ്യായം അതിന്റെ 29 വാക്യം. സാംസ് 18:29. എന്നാൽ ഞാൻ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ എന്റെ ചാടിക്കടക്കും. ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. സാംസ് 18:29. For by you I can run against a troop, and By you I can run against a troop. by my God I can leap over a wall. Praise the Lord. I can leap over a wall. ദൈവത്തിന് സ്തോത്രം. ഇന്ന് Lord want to speak to us about the deliverance what God is going to give in our life. ദൈവം നൽകുവാനിരിക്കുന്ന വിടുതലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. Lord will provide his deliverance at the right time. ദൈവം തന്റെ വിടുതൽ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവത്തിന് സ്തോത്രം. My life will be blessed by God's deliverance. നമ്മൾ പറയേണ്ട ഒരു സെന്റൻസ് ഇതാണ്. This is the sentence we have to repeat in my life. My life will be blessed with God's deliverance. എന്തുകൊണ്ടാണ്? It's a God's promise. ദൈവം എൻ്റെ ജീവിതം ദൈവിക വിടുതലാൽ അനുഗ്രഹിക്കും. കാരണം അത് ദൈവം നൽകിയ ആമേൻ പ്രോമിസാണ്, ദൈവം നൽകിയ വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വാക്ക് പറഞ്ഞവൻ ഒരു നാളും മാറുകയില്ല. The person given the word, the promise, he will never change. അതൊരിക്കലും മാറുകയില്ല. പക്ഷേ we have a problem when we related to deliverance. വിടുതൽ എന്നൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. We have some problem when we relate with the word deliverance. നമ്മൾ വാട്ട് ഈസ് ഡെലിവറൻസ് എന്ന് പഠിക്കണം. എന്താണ് വിടുതൽ? എന്താണ് വിടുതൽ? വാട്ട് ഈസ് ഡെലിവറൻസ്? ഒന്നാമത്തെ ഡെഫിനിഷൻ എന്തെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് who give the deliverance? Who is going to give the deliverance? God. So we are going to study the word deliverance, not based on the dictionary of the world, based on the heavenly dictionary. സ്വർഗീയ ഡിക്ഷണറിയിൽ വിടുതൽ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നിടത്ത് വാട്ട് ഗോഡ് ഹാസ് റിട്ടൺ, ഡെലിവറൻസ്, ഇറ്റ്സ് എ ട്രൂത്ത്. ഇതൊരു സത്യമാണ്. എന്താണ്? എൻ്റെ വിടുതൽ അത് സംഭവിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ നമുക്കത് അറിയില്ല. ബട്ട് ഇൻ ഹെവൻലി ഡിക്ഷണറി ഇറ്റ് സേസ് ദാറ്റ് it's a truth. It will happen. Praise God. Why it will happen? Deliverance is not provided by any man, it's provided by God. മനുഷ്യൻ തരാത്തത് കൊണ്ടും ദൈവം നൽകുന്നത് കൊണ്ടും വിടുതൽ ഒരു സത്യമാണ്. Praise the Lord. Deliverance is the truth. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡെലിവറൻസ് മീൻസ് മേക്ക് തിങ്സ് ഇംപോസിബിൾ പോസിബിൾ. നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ് ഡെലിവറൻസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ഇറ്റ് വിൽ ട്രാൻസ്ഫർ മീ ഫ്രം വൺ സ്റ്റേജ് ടു അനദർ സ്റ്റേജ്. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉറപ്പുള്ളൊരു പാറയിൽ. ഫ്രം ദ ഡാർക്ക്നെസ് ടു ദ ലൈറ്റ്, ഫ്രം ദ പ്രോബ്ലംസ് ടു ദ ഡെലിവറൻസ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, എ പ്രോബ്ലം കം ഇൻ യുവർ ലൈഫ് വിൽ give a promotion in your spiritual life. It will transfer you from one stage to another stage. ദൈവത്തിന് സ്തോത്രം. David was a shepherd. He saved his sheep while he was doing the job of a shepherd. What the people of Israel face another problem of Goliath. His spiritual level was transferred from a shepherd to a king. Hallelujah.
പ്രൈസ് ദി ലോർഡ്. വിടുതൽ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ ടുഡേ നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും, അതൊരു സത്യമാണ്. Deliverance will be in my life. That is a truth. സ്തോത്രം. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത്, no one in the world is giving me my deliverance. My Father is giving me deliverance. സ്തോത്രം. And it will make impossible things possible in my life. And it is a promotion in my life, spiritual life. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം എന്താ പറഞ്ഞത്? നിന്നാൽ. അവൻ പറയുന്നു by you. Why? What is in my truth? I am receiving the truth. I will fail. I am alone. A troop is against me. But the truth is, by God, I will run against the troop. നിന്നാൽ ഞാൻ മതിലെന്ത് ചെയ്യും? ചാടിക്കടക്കും. I mean, it is impossible to leap over a wall, but by you, I will leap over the wall and I will be transferred from this phase to the another phase. മതിലിനിപ്പുറം നിൽക്കുന്ന ഞാൻ അപ്പുറം ചെല്ലുമ്പോൾ പുതിയ അനുഭവത്തിലേക്ക് ദൈവം എന്നെ മാറ്റുകയാണ്. By whom? നിന്നാൽ. Not by any man, not by any person in the world. God will provide the deliverance. ഒരു കാര്യം മനസ്സിൽ വെക്കാമോ? ഒറ്റ കാര്യം, deliverance is a truth. എൻ്റെ വിടുതൽ എന്നുള്ളത് സത്യമാണ്. എൻ്റെ വിടുതൽ സത്യമാണ്. That will never change. കാരണം നിന്നാൽ ഞാൻ പടക്കൂടത്തിലേറെ, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കാം. By you, my deliverance is the real truth. ഞാൻ വിടുവിക്കപ്പെടുമെന്നുള്ളത് ഏത് സത്യമാണ്. ആമേൻ. അത് സത്യമായി നിലനിൽക്കും. You will receive the deliverance. Amen. Hallelujah. സ്തോത്രം. Why God is revealing this message? Many are thinking that I will not receive a deliverance. I will not receive a deliverance. But God is telling, the truth is, you will receive my deliverance. ഞാൻ അയക്കുന്ന വിടുതൽ നീ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. Philippians 4:13 എന്താ പൗലോസ് പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അത് വായിച്ചേ. I can do all things through Christ who strengthened me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ വേർഡ് ഒന്ന് just meditate. Paul is saying, because of God, what is impossible is possible for me. What will never happen will happen in my life. Without Christ, I am weak. But with Christ, I am strong. I am transferred from weakness to the strength of spirit. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. Because of Christ, I am strong. I was weak without Christ. But you provided the deliverance. I am transferred from the weak man to a strong man. സ്പിരിച്വൽ പ്രമോഷൻ കിട്ടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഡെലിവറൻസ് ഇസ് ദ ട്രൂത്ത്. വിടുതൽ സത്യമാണ്. അത് മാറിപ്പോയിട്ടേയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Romans 4:20-21. It is saying about Abraham, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. He glorified the name of God. എപ്പോഴാണ് കൊടുത്തത്? Not after the deliverance.
Still, he was in the midst of all the problems. He glorified the name of God. Why in English? No unbelief made him waver concerning the promise of God, Ah, but he grew strong in his faith he grew strong in his faith. as he gave glory to God, He gave glory to God. അടുത്ത വാക്യം. fully convinced that He was fully convinced. God was able What to the meaning of fully convinced? Abraham want to convey a message to you. He is telling the promise of God is a truth in my life. Deliverance of God is the truth in my life. He was fully convinced. അവൻ പൂർണ്ണമായും വിശ്വസിച്ചു, ഉറച്ചു. എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ വിടുതൽ അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതാണ് സത്യം. ബാക്കി നീ കാണുന്നതും നീ കേൾക്കുന്നതും നീ ചിന്തിക്കുന്നതും അല്ല സത്യം. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ് സത്യം. What you think, what you face, what your thoughts, nothing will happen. The promise of God is the truth in your life. എന്താണ് ട്രൂത്ത്? വിടുതലാണ് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി തരാൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. But how we can attain that truth? ആ സത്യം നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ റിസീവ് ചെയ്യാൻ പറ്റും? How we can receive that deliverance? How I can attain that truth? ആ ഡെലിവറൻസ് എന്ന വാക്ക്, that word will never change. Promise will never change. Your God will never change. But I need a change today morning. Why? I want to receive the deliverance. എനിക്ക് ആ വിടുതൽ സ്വീകരിക്കാം. കാരണം വിടുതൽ മാറിപ്പോകുന്നില്ല. ആമേ, വാക്ക് പറഞ്ഞ ദൈവം മാറിപ്പോകുന്നില്ല. വാഗ്ദത്തങ്ങൾ മാറിപ്പോകുന്നില്ല. വചനം മാറിപ്പോകുന്നില്ല. ആമേൻ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. Praise the Lord. എങ്ങനെ? How I can taste God's deliverance? എനിക്കത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. We'll go to book of John. വളരെ സുപരിതമായ ഒരു the first miracle of Jesus Christ. എന്താണ് അത്? ഏത് ചാപ്റ്റർ എന്നറിയോ? John 2. സ്തോത്രം. John 2. ഇല്ല, അത് വായിക്കണ്ട. സ്തോത്രം. അതിന്റെ 2-3 ഒന്ന് വായിച്ചേ. വീഞ്ഞു പോരാതെ വരികയിൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അതെ, അവളോട്, അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. When the wine ran out, the mother of Jesus said to him, "They have no wine." നോ വൈൻ. ദൈവത്തിന് സ്തോത്രം. വൈൻ ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണോ? അല്ല, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ഇഫ് യു കൺസിഡർ അബൌട്ട് ജ്യൂസ്, നിങ്ങൾ എളുപ്പത്തിൽ, ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്, if you go to a Kuwaiti villa and they are saying there is no kupus here, the same thing is the Jews are saying there is no wine. ജ്യൂസിൻ്റെ, അതായത് യഹൂദന്മാരുടെ ഒരു കസ്റ്റമാണ്, anybody comes at any time to their house, they greet them first with wine. വീഞ്ഞ് കൊടുത്ത അവരെന്ത് ചെയ്യുന്നത്? അവരെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഒരു presentation ആണ്. The highest presentation to respect the guest is providing the wine. So 365 days, 24 hours, wine will be available at all the house of Jews. അത് അവരുടെ ഒരു കസ്റ്റമാണ്. ദൈവത്തിന് സ്തോത്രം. Praise the Lord. അവരുടെ കസ്റ്റമാണത്. ആമേൻ. ഒരിക്കലും വീഞ്ഞില്ലാത്ത ഒരു സിറ്റുവേഷൻ ഈ യഹൂദന്മാരുടെ ഭവനത്തിൽ ഉണ്ടാകുകയില്ല. സ്തോത്രം. മേ ബി ഫുഡ് ഇല്ലാതിരിക്കാം, മേ ബി ഫുഡ് ഓർ മെനി അതർ പ്രോബ്ലംസ് ക്യാൻ ഹാപ്പൻ, ബട്ട് ദേ വിൽ എൻഷുർ ദാറ്റ് ദ വൈൻ വിൽ ബി ഓൾവേസ് അവൈലബിൾ. ഇറ്റ്സ് എ കസ്റ്റം ഇൻ ദിയർ ലൈഫ്. ഇവിടെ ഒരിക്കലും ഒരു യഹൂദന്റെ ഭവനത്തിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. സ്തോത്രം.
അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. വീഞ്ഞില്ല എന്നുള്ളതാണ്. അല്ല, if you go to a house of a Jew, we will know that wine is always available. But today, when we're reading the word of God, it's a surprised problem in a house of a Jew, saying that there is no wine. അത് അവരെ ഏറ്റവും എന്ത് ചെയ്യും? ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അവരുടെ ഏറ്റവും അവർ ഹ്യൂമിലിയേറ്റഡ് ആയി മാറും. വൈ? ദർ ഇസ് നോ വൈൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, ദ വേസ്റ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ഹൗസ്. ഏറ്റവും മോശമായ ഒരു കാര്യം ആ ഭവനത്തിൽ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതിലേക്ക് പോകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. We will come to us. The worst can happen in our life. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതാണ് അതിന്റെ സന്ദേശം. It can happen that we will never think that never it will happen. It will come in our life. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ കുവൈറ്റിൽ ഫ്ലാറ്റിൽ 4 മാസം പൂട്ടിയിരിക്കുമെന്ന്? Have you thought about anyone that I will be locked inside a flat for 4 months without going outside? Nobody was thinking. It happened. The same thing, individually, the worst thing can happen in our life. ഒരു worst thing happen ചെയ്യുമ്പോൾ we are waiting for the best deliverance. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടത വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു വിടുതൽ സംഭവിക്കണം. പ്രൈസ് ഗോഡ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ. സ്തോത്രം. നെവർ എക്സ്പെക്റ്റഡ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മുടെ ദൂതിലേക്ക് വരാൻ പോകുക. ഹൗ ഐ ക്യാൻ റിസീവ് ദ ഡെലിവറൻസ്. ഇനി വിജയകോശിക്ക് 1-ാം വാക്യം തൊട്ട് വായിക്കാം. മദർ ഓഫ് ജീസസ് വാസ് ദേർ. അടുത്ത വാക്യം. സോ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാർ മാറി നിൽക്കട്ടെ, മേരി മാറി നിൽക്കട്ടെ. നമ്മുടെ സന്ദേശം എവിടാണ്? പ്രശ്നമുള്ള ഭവനത്തിൽ യേശുവും ഉണ്ടായിരുന്നു. ജീസസ് വാസ് ദേർ. ദ വേഴ്സ്റ്റ് തിങ് ഹാപ്പൻഡ്. ഇതാണ് നമുക്കുള്ള മെസ്സേജ്. എന്താണ് മെസ്സേജ്? How I can attain deliverance in my life. Ensure that in my life always the presence of Christ is there. Praise the Lord. പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് ഞാനും നിങ്ങളും ഉറപ്പ് വരുത്തണം. Praise the Lord. Hallelujah. In the midst of the problem, I have to ensure that Jesus Christ is with me. Amen. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നിന്നോടൊരു ദൂതുണ്ട്. വിടുതൽ നിനക്കൊരു സത്യമായി ഭവിക്കും. Praise the Lord. Praise the Lord. Ensure the presence of Christ in your life. പക്ഷെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? We will ensure that I will run away from Christ. I don't want to read Bible. I don't want to pray anymore. I don't need any worship. I am fed up with the spiritual life. I will run away from Christ. I will run according to my will. എൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഇഷ്ടപ്രകാരം ഓടും. പക്ഷെ വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ഉറപ്പ് വരുത്തണം. ആമേൻ. ഏറ്റവും മോശമായി സംഭവിക്കട്ടെ, ഏറ്റവും മേത്തരമായവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണം. The worst thing can happen, but ensure that the best Christ is in your life. Praise the Lord. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 99% you murmur against God, but 1% hold his hand. ആ 1% 100 ആക്കി ദൈവം മാറ്റും. സ്തോത്രം. ആമേൻ. 99% ദൈവത്തിൽ നിന്ന് അകന്നു നിന്നാലും
1% നീ അവൻ്റെ വസ്ത്രത്തിലോ അവൻ്റെ ചെരുപ്പയിലോ അവൻ എവിടെങ്കിലും പിടിച്ച് കിടക്കണം, അത് 100 മാറ്റുന്നവന് നമ്മുടെ മധ്യയുണ്ട്. ഇല്ലേ? വസ്ത്രത്തിൽ തൊങ്ങൽ തൊട്ടപ്പോൾ എന്ത് പറ്റി? 0 100 മാറി. സ്തോത്രം. എൻഷുവർ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. മരിച്ചു വീഴുന്നെങ്കിൽ വീഴട്ടെ, തകർന്നു പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ ക്രിസ്തുവിൽ മരിക്കും, ക്രിസ്തുവിൽ തകരും. ആമേൻ. ഐ വിൽ ബി ഇൻ ക്രൈസ്റ്റ്. നിന്നെ അകറ്റും പതുക്കെ പതുക്കെ. ആമേൻ. വീഞ്ഞില്ല. Worst thing happened, but the victory, the deliverance, Christ was in the midst of the problem. യേശു അവിടെ ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധിച്ചേ, എല്ലാ ജ്യൂസിന്റെ വീട്ടിൽ എന്തുണ്ട്? വൈനുണ്ട്. ഇവരാരും അടുത്ത വീട്ടിൽ ചെന്നാൽ എന്ത് കിട്ടും? വൈൻ കിട്ടും. ശരിയല്ലേ? If you go to the next house of a Jew, there will be wine available. Praise God. പക്ഷേ since Christ was there, that family didn't go to other house. നമ്മൾ മറ്റു മനുഷ്യരിൽ ആശ്രയിക്കുന്നതുകൊണ്ടെന്ന് അറിയാമോ? നമ്മിൽ ക്രിസ്തുവില്ലാത്തത് കൊണ്ടാ. സ്തോത്രം. If I have Christ, I will never depend on any man. I believe that God can give a deliverance in my house. എൻ്റെ ഭവനത്തിൽ വിടുതൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എക്സോഡസ് 33:14-15 വായിച്ചേ. പുറപ്പാട് 33:14-15. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. മോസസിനോട് പറയുകയാണ്, ലോർഡ്, I will come with you. I will make you victory. അതിന്റെ 15 വായിച്ചു. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല, If your presence is not coming with me, ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. don't allow to move from here. വായിച്ച ഇംഗ്ലീഷിൽ. And he said to him, if your presence will not go with me, if your presence will not go with me, do not bring us up from here. Do not bring us up from here. കർത്താവേ, എൻ്റെ ഓരോ ചുവടിലും ഓരോ വാക്കിലും എൻ്റെ ഓരോ നോട്ടത്തിലും നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണം. എവിടേക്കാ മോസസ് പോകുന്നത്? To the promised land, to the delivery land. He is telling, to attain that, I need your presence. അത് ലഭിക്കണമെങ്കിൽ നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. വചനം എടുക്കേണ്ട. അതുകൊണ്ട് അത് വചനം പറയുന്നു, ഹാനോ കാറോട് നടന്നു ദൈവത്തോട് കൂടെ. നോഹ ദൈവത്തോട് കൂടെ എന്ത് ചെയ്തു? നടന്നു. They walked with God. Praise God. Hallelujah. ഒരു ഭാഗം സാംസ് 27:4 എന്ന് വായിച്ചേ. 27:4. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ആമേൻ. ഇംഗ്ലീഷ്. One thing I will ask the Lord, that will I seek after, that I may dwell in the house of I may dwell in the house. I will ensure. That is my only prayer. That is my only one wish. Lord, ensure that your presence will be with me till the end of my life. എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്ത് വേണം? നീ എൻ്റെ കൂടെ വേണം. Why he prayed? ആമേൻ. അതിൻ്റെ 27:2 എന്ന് വായിച്ചേ. When evildoers assail me to eat up my flesh, my adversaries and foes, it is they who stumble and fall. അടുത്ത വാക്യം. Though an army encamp against me, one army is encamped against me, my heart shall not fear. I will not fear. The war arise against me, yet I will be confident. I will be confident. എന്താ കാരണം? നമ്മൾ വായിച്ച വാക്യം എന്താ? നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. I will run against a troop who encamp against me. So to do that, I am praying to you, ensure that your presence will be there in my life throughout till the end of my life.
നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്റെ ആലയത്തിൽ വസിപ്പാനും അതിന്റെ മനോഹരത്വം കാണുവാനും നിന്നോട് പറ്റിയിരിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെനിക്ക് വിടുതലായി മാറും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഒരു സൈന്യം നിപ്പുണ്ട്. Amen. If you study with your brain, you are a one-man army and a troop is against you. You will say, I will fail. But God is telling, deliverance is a truth. Praise God. നിന്റെ വിടുതൽ അത് സത്യമാ. സൈന്യമോ നിന്റെ സാഹചര്യമല്ല, വിടുവിക്കുന്നവൻ ദൈവമാ. സ്തോത്രം. Amen. God is the one who provides the deliverance. So how I can attain? എന്ത് പ്രശ്നമുണ്ടെങ്കിലും take a decision. I will be with you. ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, Lord, I will ensure your presence with me. Amen. Amen. ദൈവത്തിന് സ്തോത്രം. യേശുവും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. യേശു ആ പടകിൽ ഉണ്ടായിരുന്നു. യേശു ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്നു. യേശു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകണം. Jesus shall be with me always in my life. Amen. That I have to ensure. You have to ensure. Nobody can ensure for you. മറ്റൊരാർക്കും നിന്റെ ജീവിതത്തിൽ ഉറപ്പുവരുത്താൻ കഴിയില്ല. നീ തന്നെ തീരുമാനിക്കണം, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. Okay, now I ensure that God is there. Christ is with me. Amen. Deliverance is a truth. Amen. Now I put my problem in front of whom? Christ. I put my problem in front of Christ. ക്രിസ്തുവിന്റെ മുമ്പിൽ എൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. ഇനി എൻ്റെ ജോൺ 2:5 ഒന്ന് വായിച്ചേ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. Praise the Lord. His mother said to the servants, do whatever he tells you. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യല്ല, കൽപ്പിച്ചാൽ. വാക്കിന് വ്യത്യാസമുണ്ട്. Praise God. Amen. Amen. പ്രശ്നം ആരുടെ മുമ്പിൽ വന്നു? ക്രിസ്തുവിന് മുമ്പിൽ. ഇനിയും when you ensure that Christ is with you, now you are not alone to face the problem. Christ and you are going to face the problem. നീ ക്രിസ്തുവിന്റെ പ്രശ്നം നേരിടാൻ പോവുക. You are weak. You are unable to speak. But Christ will command over your problems. അവൻ എന്തെങ്കിലും കൽപ്പിക്കും, അവൻ കൽപ്പിക്കും. സ്തോത്രം. Amen. When you put your problems in front of Christ, he will not be idle no more. He will command. എന്തിനു വേണ്ടിയാ? Deliverance is a truth. അതൊരു സത്യമായി തീരാൻ. Amen. അവൻ നിനക്ക് വേണ്ടി കൽപ്പിക്കും. When the world say no, he will command. No, yes. The world say is against you, he will be with you. He will command. He will command. Praise the Lord. I was meditating God's commandment. Genesis 1:3 ഒന്ന് വായിച്ചേ. Then God said, യഹോവ എന്ത് വായിച്ചു? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായി. Now we are studying about a deliverance. God commanded, let the light be created, and light was created. നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചിലതിനെ ക്രിയേറ്റ് ചെയ്യും. സ്തോത്രം. Amen. Amen. Hallelujah. God will create new things for your deliverance. അന്ന് വരെ എന്തില്ലായിരുന്നു? വെളിച്ചമില്ല. There was no light. But
for a child of God. ആദം വരുന്നതിന് മുമ്പ് he created a new thing for Adam, for a child of God. നിന്റെ ഡെലിവറൻസ് വേണ്ടി അവൻ കമാൻഡ് ചെയ്യുമ്പോൾ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നിനക്ക് ജോലിക്കൊരു വേക്കൻസി ഇല്ലെങ്കിൽ ആ കമ്പനിയിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ രോഗത്തിന് സൗഖ്യമില്ലെങ്കിൽ ആമേൻ സൗഖ്യത്തിന് വഴി അവൻ ക്രിയേറ്റ് ചെയ്യുക. ആമേൻ. ആമേൻ. വഴി അടഞ്ഞു കിടക്കുകയാണോ? He will create a new way. He will create new things. He will create new things. അവന്റെ കൽപ്പനയിൽ പുതിയത് സംഭവിക്കും. ആമേൻ. നെക്സ്റ്റ് ജെനസിസ് അതിന്റെ 4 ഒന്ന് വായിച്ചേ. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർപിരിച്ചു. God commandments he separated. എന്തിനെ വേർതിരിച്ചു? വെളിച്ചത്തെ ഇരുളും തമ്മിൽ എന്ത് ചെയ്തു? വേർപിരിച്ചു. When God command, he will separate you from the problems you are facing. He will separate you to the deliverance. Amen. He will separate you. അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? You are a person accountable. You are a precious. God will separate you for a deliverance. Hallelujah. ആർക്ക് വിടുതലില്ലെങ്കിലും നിനക്ക് വിടുതൽ ഉണ്ടാകും. സ്തോത്രം. God will separate. അത് മാത്രമല്ല അതിന്റെ 1:11 എന്ന് വായിച്ച്. 1:11 നല്ലത് ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. He will make you fruitful. He will make you fruitful. ഇന്ന് വരെ നീ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ വന്നില്ലെങ്കിൽ ഫലമുള്ള വിടുതലുകൾ കൊണ്ടുവരും. ഫ്രൂട്ട്ഫുൾ ഡെലിവറൻസ്. എന്താ ഫ്രൂട്ടിന്റെ പ്രത്യേകത? That is the identity of a tree. ഫലമാണ് വൃക്ഷത്തിന്റെ ഐഡന്റിറ്റി എങ്കിൽ നീ ദൈവത്തിൻ്റെതാണെന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഫലങ്ങൾ ദൈവം നിന്ന് പുറപ്പെടുവിക്കും. God will what is your identity? Say God. അങ്ങനത്തുള്ള ഫലങ്ങൾ നിന്നിൽ പുറപ്പെടും. When you ensure that Christ is with you, he will create, he will separate, he will make you fruitful. Amen. ഫലമുള്ളതാക്കി നിന്നെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Acts chapter 3 അതിന്റെ 3-4 എന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ഇപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ. I command in the name of Christ. I command in the name of Christ. Amen. ഹല്ലേലൂയ. ജന്മനാ മുടന്തനായവൻ. ആമേൻ. ഇന്ന് വരെയും ആലയത്തിനകത്ത് കയറാതെ ആലയത്തിന് പുറത്ത് നിന്നവൻ. ആമേൻ. കമാൻഡ്മെന്റ് വന്നപ്പോൾ, when the commandment came in the name of Christ, he belongs to God's kingdom. Hallelujah. A proper deliverance was there. പിന്നെ കാണാൻ കഴിയുന്നത് he worshipped God with the deliverance. ഇതിനിടയ്ക്ക് സംഭവിച്ചെന്താണ്? What's the difference? Not because of Peter, not because of John. They proclaimed a name I command in the name of Christ. ആ മുടന്തന്റെ ജീവിതത്തിൽ അന്ന് ക്രിസ്തു വന്നു. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. പത്രോസ് യോഹന്നാനും വന്നതല്ല, ക്രിസ്തു അവന്റെ ലൈഫിൽ വന്നു. ലൈഫിൽ ഡെലിവറൻസ് ആയി. ആമേൻ. ദൈവം കൽപ്പിക്കാൻ പോവുക. അധികാരിയോട് കൽപ്പിക്കാൻ പോവുക. ആമേൻ. ആമേ. അധികാര കേന്ദ്രനോട് കൽപ്പിക്കാൻ പോവുക. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി.
നിന്റെ ജീവിത അനുഭവങ്ങൾ വ്യത്യാസം വരുത്തേണ്ടതിന് വേണ്ടി, to change your life, change your spiritual life, change your official life, change your physical life. He will bless you because of the name of Jesus Christ. ദൈവം കൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Yesterday I was listening to a message of a pastor. He was telling, he left the job and went for the God's ministry. And the moment it came, he was married, one child. The moment came, he was not having any money in his pocket. He went to his room, he started crying to God. At a younger age, not as age, he was very younger, he was educated. The thing what happened is, suddenly one brother is calling this pastor. He is sitting in Thiruvananthapuram. This pastor is sitting in Thiruvananthapuram. This brother is calling and telling that one sister from near to Ernakulam, God revealed a vision and she heard a name and God told him, send this much money to this person. And that name was the name of the pastor who was praying. Sister don't know who is this. He started calling, anybody know this? Suddenly she got connected with his brother and she sent that much money to this pastor's account. Hallelujah. God commanded in the name to that sister, my child is crying, provide your blessing. Hallelujah. I mean, it's a commandment from God. This pastor didn't request. He don't know about sister, but it was a commandment of God. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ to attain deliverance, ensure I will be with Christ. When you are with Christ, when the problem is with Christ, the right time, Christ will command. Praise the Lord. In John chapter 2, അതിൻ്റെ 6 and 7 എന്ന് വായിച്ചേ. Now there were 6 stone water jars, therefore the Jewish rites of purification, each holding 20 or 30 gallons. Jesus said to the servants, fill the jars with water, and they filled them up to the brim. Hallelujah. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 Jews having a law of purification. What's the law of purification? They will keep a water pot or a jar outside their house. When they come out from any place, they will use the water in the water pot or the jar to cleanse their legs, hands, face. After the cleansing, only they will enter the house. This jar is totally used for purification or cleaning of the Jews. It's a custom. It was used for only that purpose. But today Jesus telling, he never told that, bring some good jars inside the house and bring it outside and fill it. He didn't say that. He said that the jars existing outside the house of this person, use the same jar and fill it with water. Praise the Lord. Praise the Lord. This will never happen according to the custom of a Jew. ആ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അവരെടുത്ത് എന്ത് ചെയ്യില്ല, കുടിക്കുക. They will not drink the water which was kept in that jar. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളോടും പറയുന്നു. Suddenly all the people were shocked. Why Jesus telling to fill this jar? There are many jars, very good jars we are using for drinking. It is available inside the house. Why he is using this one? So I want to convey the message what God has given to me. Lord want to tell you that you ensure God's presence with you. And when God commandment
start moving from him, you expect the unexpected. Hallelujah. You expect the unexpected. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, ആമേൻ, പ്രതീക്ഷയുടെ വഴികൾ ദൈവം നിനക്കായി തുറക്കും. സ്തോത്രം. പുറത്ത് കിടക്കുന്ന ജാറ, വിലയില്ലാത്ത ജാറ, ചെറിയ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ജാറ, ഇതൊന്നും നീ നോക്കണ്ട. ദൈവത്തിന്റെ കൽപ്പന വന്നാൽ, ആമേൻ, ഈ ജാറിന്റെ അവസ്ഥ മാറിയ പോലെ നിന്റെ അവസ്ഥകളും ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം. God will change the position of the jar from one stage to the better stage. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും കൊള്ളാത്ത ജാർ എന്ന് പറഞ്ഞ് നിന്നെ ഏറ്റവും മനോഹരമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് ജോൺ 3:10 വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് ജോൺ 2:10 എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. Praise the Lord. And said, Jesus told them, now take the water, the whatever it is in the jar, and give it to the people inside. And he told to give to the head of the department to taste and see how it is good or not. So when he took that wine and given to them, they are testifying. Read please that 2:10. And said to him, everyone serves the good wine first. Everyone serves the good one first. And when people have drunk freely, then the poor wine. But you have kept the good wine until now. Praise the Lord. 3 കാര്യങ്ങൾ പറയാൻ പോവുക. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ആരും ബൈബിൾ നോക്കരുത്. ഈ 3 things will happen in your life. ഡെലിവറൻസിന്റെ അവസാന ഘട്ടമാണ്. ആമേൻ. ഈ ജാറിലുണ്ടായിരുന്ന എന്തായിരുന്നു? വാട്ടർ. അവർ കുടിച്ചപ്പോഴോ വൈൻ. The jar was holding water. They're drinking it become wine. ഡെലിവറൻസിന്റെ ആദ്യത്തെ അനുഭവം, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഡെലിവറൻസ്, God is going to change your ingredient. ഇന്ന് വരെ നീ എന്തായിരുന്നു? സാധാരണ ഒരു വെള്ളമായിരുന്നു. ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയപ്പോൾ നീ മനോഹരമായി വീഞ്ഞായി പോയതുപോലെ നിന്റെ സ്പിരിച്വൽ ഇൻഗ്രീഡിയന്റ് ദൈവം ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. സ്പിരിച്വൽ ഇൻഗ്രീഡിയന്റ് അതിനെ നറിഷ് ചെയ്യാൻ പോവുകയാണ്. അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ ഇൻഗ്രീഡിയന്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത് നമ്മൾ വായിച്ചു, ഫസ്റ്റ് they will give the best and later they will give ഏറ്റവും ആദ്യം മേത്തരമായത്, പിന്നെ എളുപ്പമായത്. സെക്കൻഡ് തിങ്, ത്രൂ ദ ബ്ലെസ്സിങ് he is going to change the tradition. പാരമ്പര്യത്തെ ദൈവം ഇല്ലാതാക്കാൻ പോവുകയാണ്. സ്തോത്രം. ഓരോ വാക്കുകളും ദൈവശക്തി കേട്ടോ. നിങ്ങൾ ഏറ്റെടുത്താൽ വിടുതൽ സംഭവിക്കും. 1, ഇൻഗ്രീഡിയന്റ് മാറ്റാൻ പോകുന്നു. 2, പാരമ്പര്യം, he will change the tradition. 3, he is going to change your testimony. നിന്റെ സാക്ഷ്യത്തെ ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം. ഇന്നുവരെ പറഞ്ഞ സാക്ഷ്യം എന്താ? കർത്താവ് വിടുതലില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. നിന്റെ സാക്ഷ്യത്തെ ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം. ആമേൻ. He is going to change the ingredient. He is going to change the tradition. He is going to change your testimony. ആമേൻ. എന്താ ടെസ്റ്റിമണി? വീഞ്ഞില്ലാത്ത ഇടത്ത് വീഞ്ഞു വന്നെന്ന് മാത്രമല്ല, മേത്തരമായ വീഞ്ഞു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. Can you read 2:10 in English? And said to him, everyone serves the good wine first. Now the problem was, there was no wine. So what is the specialty of a testimony? You are not going to testify that I received wine. No, you are going to testify that I received the best wine in my life. Hallelujah. നിന്റെ സാക്ഷ്യം മേത്തരമായി മാറാൻ പോകുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൂതനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. നിന്റെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത അറിയാമോ? അതിന്റെ 11 ഒന്ന് വായിച്ചേ.
യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് ചെയ്തു. നിന്റെ കുടുംബത്തിലെ, നിന്റെ ജോലി സ്ഥലത്ത്, ആമേൻ, നീ ആയിരിക്കുന്നിടത്ത് അടയാളങ്ങളുടെ ആരംഭമായി നിന്റെ വിടുതൽ അടയാളപ്പെടുത്താൻ പോകുക. സ്തോത്രം. The deliverance you are going to receive, it will be proclaimed. The beginning of all the deliverance which is going to happen in your family, in your workplace, wherever you are, God will make you. It's the beginning of the deliverance. Hallelujah. Amen. ആരംഭമായി glorify the name of God. Amen. നിന്റെ ഡെലിവറൻസിലൂടെ, through the deliverance you receive, through the tradition you are removed, through the testimony you proclaim, many will believe and commit their life for Christ. അതിനുവേണ്ടി ഇത്രയും നാളും മഹത്വം വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുക. ദൈവം നിന്നെ വിടുവിക്കും. ആ വിടുതൽ ഒരു സത്യമാണ്. That deliverance is the real truth. It will never change. He will never fade. His word will never change. His promise will never change. നമുക്ക് ചേഞ്ച് ആകാം. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? I will ensure I will be with Christ. I believe He will command. I'm going to proclaim the testimony. I receive the best because of the worst happened in my life. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തകർച്ച വന്നതുകൊണ്ട് ഏറ്റവും ഉയർച്ചയിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നു. അനേകർ വിടുവിക്കപ്പെടാൻ പോകുന്നു. അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പോകുന്നു. നീ ഒരു അടയാളമായി മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നീ ദൈവ മഹത്വമായി മാറാൻ പോകുന്നു. സ്തോത്രം. Praise God. നിന്നാൽ, by you I will run against the troop. By you I will leap over the wall. ആമേൻ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ, നിന്നാൽ ഈ മതിലിനെ ചാടിക്കടക്കും. ആമേൻ. എൻ്റെ വിടുതൽ സത്യമാ. ആ സത്യം കൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ പോകുക. I receive the message. My deliverance is the truth. I will not believe any other thing that this message. I am going back to my life with the message today God has given. My deliverance is the promise, is the truth. I will receive it. എഴുതിരിക്കാൻ പ്രാർത്ഥനയ്ക്കായിട്ട്.